അതിർത്തികൾ, മതിലുകൾ, തർക്കങ്ങൾ, കോടതികൾ, ഇതാണ് ഇന്നത്തെ വിഷയം. സിവിൽ കേസുകൾ. കാണുന്നതും കേൾക്കുന്നതും എന്ന എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മതിലുകൾ കെട്ടിപ്പോക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അതിനൊരു സമയത്ത് നമ്മൾ ഒരു പേരിട്ടു, സ്നേഹമതിലുകൾ. മതിലുകൾ വേണമെന്നുണ്ട്, പക്ഷേ സ്നേഹത്തിൻ്റെ പുറത്ത് ചെറിയ മതിലുകൾ. ഞാൻ ഈ സ്നേഹമതിലുകൾ മുഴുവൻ പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടെപ്പോഴെന്നറിയാമോ? 2018 പ്രളയമുണ്ടായി. അപ്പം ചില ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്ന മനുഷ്യരെ കാണാൻ പോയി. അപ്പോൾ ചെങ്ങന്നൂർ ഭാഗത്തേക്കാണ് യാത്ര. അപ്പം ഈ വെള്ളത്തിന് സ്നേഹമതിലുകളാണോ, ഇനിയും കരിങ്കല്ല് മതിലുകളാണോ, ഇനിയും ചൈന വൻമതിലാണോ ഒന്നും വെള്ളത്തിനറിയത്തില്ല. അവർ ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ വലിയ വീടുകൾ കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. വിദേശത്തൊക്കെയാണ് മക്കൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ അത് പറയേണ്ട ഒരു സാഹചര്യമുള്ളത്. എനിക്കിപ്പോഴും ചില വീഡിയോസ് ഓർമ്മയുണ്ട്. ചില പെൺകുട്ടികൾ ലൈവിലൊക്കെ വന്ന് നിലവിളിക്കുകയാണ്, ഇന്ന സ്ഥലത്താണ് എൻ്റെ വീട്, ആ വീട്ടിൽ എൻ്റെ അമ്മച്ചി മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഈ വീട്ടിൽ ആളുണ്ട് എന്ന് നമുക്ക് പോലും മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെ ഒരു മതിൽക്കെട്ടിനകത്താണ്. ആ മതിൽക്കെട്ടിൻ്റെ പുറത്തേക്ക് നമ്മൾ എന്ത് മാലിന്യവും തള്ളും. നമുക്ക് ആവശ്യമില്ലാത്ത മുഴുവൻ്റെ അപ്പുറത്തേക്ക് കളയും. അപ്പുറത്തുള്ളത് ആരാന്ന് പോലും നമുക്കറിയത്തില്ല. ചില വീടുകൾ മതിൽ കെട്ടി വെച്ചിരിക്കുന്ന, ഞാൻ ചോദിക്കും എന്തിനാണ് ഈ മതിൽ ഇത്രയും പൊക്കത്തിൽ കെട്ടിയിരിക്കുന്നു ചോദിക്കുമ്പോൾ പറയുന്നൊരു വാചകം, അവരിങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. അത് അവരുടെ ഐ കോണ്ടാക്റ്റ് എൻ്റെ വീട്ടിലോട്ട്, എൻ്റെ വീട്ടിൽ ആരൊക്കെ വരുന്നു, എൻ്റെ വീട്ടിൽ ആരൊക്കെ പോകുന്നു എന്നറിയാൻ വേണ്ടി അപ്പുറത്തിരിക്കുന്നവൻ ഇരിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ കൺവെട്ടത്ത് വരാത്ത രീതിയിൽ മതിൽ കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഫ്ലാറ്റിനെ കുറ്റം പറയുമായിരുന്നു. ഫ്ലാറ്റുകളുടെ ജീവിതം, അതും എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ തിരുവനന്തപുരത്തെ ഒരു ഫ്ലാറ്റിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ അച്ഛൻ മരിച്ചു കിടന്നു. അവർ വിദേശത്താണ്. അച്ഛനെ വിളിച്ച് 2 ദിവസമായിട്ട് കിട്ടുന്നില്ല. അപ്പം താഴെ സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് അദ്ദേഹം മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം റൂമിൽ 2 ദിവസമായി മരിച്ചു കിടക്കുകയാണ്. തൊട്ട് മുമ്പിൽ ഫ്ലാറ്റുകാരുണ്ട്. അവർ രാവിലെയും വൈകിട്ടും ഒക്കെ അതുവഴി കയറിയും പോകുന്നുണ്ട്. ഇവിടെയുള്ള ആരാന്ന് പോലും അറിയത്തില്ല. അതിന് രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ മരണത്തിൻ്റെ ചടങ്ങിന് പോയ സമയത്ത് നമ്മൾ വീട്ടിൽ കയറുന്ന പോലാണല്ലോ ഫ്ലാറ്റിൽ കയറുക. ഫ്ലാറ്റിൽ കയറി പുറത്തിറങ്ങുമ്പോൾ തൊട്ട് ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റുകാർ ഓപ്പൺ ചെയ്യുന്ന പോലും ഇല്ല. കാരണം ഇപ്പുറത്തൊരു മരണം ചടങ്ങ് നടക്കുകയാണ്. ആരാണ് മരിച്ചത്, അയാളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ബന്ധം പോലും ഇല്ല. നമ്മൾ ഫ്ലാറ്റ് സംസ്കാരത്തെ കളിയാക്കുമായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ വീട് സംസ്കാരവും. മതിലുകൾ കെട്ടിപ്പൊക്കി. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന തൊട്ട് മുമ്പ് കൊല്ലത്തെ ഒരു സ്ഥലത്ത്, കുരീപ്പുഴ സ്ഥലത്ത് ഞാൻ പോയിട്ട് വരികയാണ്. അവിടെ ഒരു 3 സെൻറ്റുള്ള ഒരു മനുഷ്യൻ അവൻ്റെ വസ്തുവിൽ KSEB അനധികൃതമായി ഒരു സ്റ്റേ വയർ കെട്ടി. 3 സെൻറ്റേ ഉള്ളൂ. അതിൻ്റെ ചുറ്റും താമസിക്കുന്നത് മതിൽ കെട്ടിയ വലിയ കോമ്പൗണ്ടിൽ മനുഷ്യരാണ്. അപ്പം അദ്ദേഹം ഈ 3 സെൻറ്റ് വീട് വെക്കണമെങ്കിൽ ഈ KSEB സ്റ്റേ വയർ അവിടെ നിന്ന് മാറ്റണം. KSEB അത് മാറ്റുന്നില്ല. ഈ മനുഷ്യൻ പരാതി കൊടുത്തു. 5 വർഷമായിട്ട് കേസ് നടക്കുകയാണ്. വീഡിയോക്കാർ വന്നു, ചാനലുകാർ വന്നു. അപ്പോൾ ഞാൻ ഇന്ന് കേസുമായി ബന്ധപ്പെട്ട് അവിടേക്ക് ചെന്ന്, അപ്പോൾ ഈ മനുഷ്യൻ അവിടെ ഇല്ല. ഞാൻ കാണാൻ ചെന്ന ആളവിടെ ഇല്ല. അപ്പം ഞാൻ അയൽവാസികളായ മനുഷ്യരോട് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല, അവിടെ ആരൊക്കെ രാവിലെ വരുന്നത് കണ്ടു. ഇതാണ് ബന്ധം. ഇനിയും അവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ടൊന്ന് മാറിയാൽ, അല്ലെങ്കിൽ 1 ഇഞ്ച് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് മാറിയാൽ കേസാണ്. അതായത് കൊല്ലം കോടതിയിലൊക്കെ സിവിൽ കേസുകളുണ്ട് 10-15 വർഷമായത്. നിസ്സാരമായിട്ടുള്ള ഒരു 1/2 സെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു അര അടിയുടെ ഭാഗമായിട്ടുള്ള ഈഗോയാണ് മനുഷ്യനെ കേസുകളിലേക്ക് എത്തിക്കുന്നത്, സിവിൽ കേസുകളിൽ എത്തിക്കുന്നത്. ഈ സമയത്ത് ഞാൻ ബൈബിൾ ഓർത്തു പോവുകയാണ്. ഞാൻ അങ്ങനെ വലിയ ബൈബിൾ വായിക്കുന്ന അല്ലെങ്കിൽ അതിൽ പണ്ഡിതനൊന്നുമല്ല. എന്നാലും വക്കീലായ സമയത്ത് എന്നോട് ഒരു പുരോഹിതൻ പറഞ്ഞതാണ്, ഈ വക്കീലന്മാരെ പറ്റിയും കോടതിയെ പറ്റിയും ബൈബിൾ മനോഹരമായിട്ട് പറയുന്നുണ്ടെന്ന്. അതിങ്ങനെയാണ്, നിങ്ങൾ തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞ് തീർത്തുകൊള്ളുക. അത് തീർന്നില്ല എങ്കിൽ നിങ്ങളെ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ എത്തിക്കും. അവിടെ നിന്ന് കാരാഗൃഹത്തിലേക്ക് പോകും. നിങ്ങൾക്ക് മാനവും ധനവും നഷ്ടമാകും എന്ന് പറയുന്ന പോലെയാണ്. നിസ്സാരമായ അതിർത്തി പ്രശ്നങ്ങളാണെങ്കിൽ പറഞ്ഞ് പരിഹരിക്കുക. അതിന് പുറത്ത് വലിയ കേസുകളിലേക്ക് പോയാൽ പ്രയോജനം ഞങ്ങളെപ്പോലെ വക്കീലന്മാർക്ക് മാത്രമാണ്. അതിനകത്തൊരു തർക്കമില്ല. ഈ പണ്ടത്തെ മനുഷ്യർ ചെയ്യുന്ന ഈ വേലിക്കെട്ടുകൾ, അതിർത്തിയാണല്ലോ നമ്മുടെ പ്രശ്നം. വേലിക്കെട്ടുകളെ പറ്റി പറയുമ്പോൾ പണ്ടത്തെ മൂപ്പിലന്മാർ ഭയങ്കര കുരുട്ടുബുദ്ധിയുള്ളവരാണ്. നമ്മുടെയൊക്കെ വല്യപ്പന്മാർ അവരെപ്പോഴും ചെയ്യുന്നത് ആഞ്ഞിലി മരം വീടിൻ്റെ വെക്കും. ഈ വെക്കുന്ന എപ്പോഴും അതിർത്തി കൊണ്ട് വെക്കും. ഈ അതിർത്തി കൊണ്ട് ആഞ്ഞിലി വെച്ചാൽ പ്രശ്നം, ആഞ്ഞിലിയുടെ വേര് അപ്പുറത്തവൻ്റെ ഭൂമി പുറമ്പിലായിരിക്കും, അതിൻ്റെ ഇല വീഴുന്ന അപ്പുറത്തായിരിക്കും. ഈ ആഞ്ഞിലി എന്നും തർക്ക വിഷയം. ഒരിക്കലും ഈ അതിർത്തി പ്രശ്നം തീരത്തില്ല. മതിലിട്ടാൻ പറ്റത്തില്ല. കാരണം മതിലിട്ട് വരുമ്പോൾ ആഞ്ഞിലിയുടെ പകുതി അപ്പുറത്തായിരിക്കും, ഇത് മുറിക്കത്തുമില്ല. അപ്പോൾ എന്നും ആ വീടുമായി ബന്ധപ്പെട്ട് അതിർത്തി തർക്കമാണ്. എത്രയോ വീടുകൾ അങ്ങനെയുണ്ട്. ആഞ്ഞിലിയുടെ പ്രശ്നത്തിൽ നമ്മൾ ചില സിനിമകൾ കണ്ടിട്ടുണ്ട്. ഭീമൻ്റെ വഴി പോലെ ചില സിനിമകൾ തന്നെ കണ്ടിട്ടുണ്ട്. അതിർത്തി എന്ന് പറയുന്നത് പട്ടാളക്കാർ, നമുക്കറിയാം, ഇന്ത്യൻ പട്ടാളക്കാർ പാകിസ്ഥാൻ അതിർത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട്, വെടിയൊക്കെ. അതിനേക്കാളും വലിയ വെടിവെപ്പ് നടക്കുന്ന വീടുകളുടെ അതിർത്തികൾ നമുക്കുണ്ട്. ചുറ്റുമുള്ള മനുഷ്യരെ കണ്ടുകൂടാ. അവൻ്റെ വീട്ടിൽ, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരും സംസാരിക്കും. പക്ഷേ തൊട്ടടുത്തുള്ള അയൽക്കാരും ഇവിടെ ഒരു ബന്ധവുമില്ല.
അവിടെയാണ് ബൈബിളിൽ പറയുന്ന മനോഹരമായ ഒരു പദം, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഞാൻ ബൈബിളിലെ ഏറ്റവും മനോഹരമായ പദമായിട്ട് ഞാൻ കണക്കാക്കുന്നത് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന പദമാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ക്രിസ്തു പറഞ്ഞിരിക്കുന്ന മനോഹരം, നിന്നെപ്പോലെ തന്നെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. അല്ലെങ്കിൽ നിന്നേക്കാളും കൂടുതലും സ്നേഹിക്കാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ പകുതി സ്നേഹിക്കണമെന്നുമല്ല. നിന്നെപ്പോലെ, ഞാൻ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അതുപോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ അതിർത്തി തർക്കങ്ങളില്ല, മതിലുകളില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ സ്നേഹമതിലുകൾ അതിന് കെട്ടിപ്പൊക്കി വെച്ചു. വെള്ളം എല്ലാവരെയും ഇങ്ങനെ ഒഴുകി, അല്ലെങ്കിൽ എല്ലാം ഒന്നായി, എല്ലാ വീടുകളും ഒന്നായി. ഒരു മനുഷ്യന് പോലും ഇപ്പോൾ പണ്ടൊക്കെ എനിക്കറിയാം, എൻ്റെ കുട്ടിക്കാലത്ത് മതിലുകളില്ല. നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മതിലിൻ്റെ പുറത്ത് ഗേറ്റ് പൂട്ടി ഇറങ്ങി അങ്ങനെയല്ല പോകുന്നത്. ഒരു വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിൽ ചാടിയാണ് പോകുന്നത്. പറമ്പുകളൊക്കെ ഒന്നായി കിടക്കുന്ന സാഹചര്യം, മനുഷ്യന്മാർ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളുടെ സാഹചര്യം, ബന്ധങ്ങളുടെ സാഹചര്യം, ഇതെല്ലാം മാറി. എല്ലാവരും മതിൽക്കെട്ടിലെ ഉള്ളിലായി. അവിടെയാണ് ഈ സിവിൽ കേസുകൾ നമ്മൾ കൊടുക്കുമ്പോൾ പണ്ടറിയാം 10, 15, 20 വർഷം എടുത്താണ് കേസുകൾ തീരുക. നിസ്സാരമായ തർക്കം മാത്രമേ ഉള്ളൂ. അതിർത്തി തർക്കങ്ങൾ, പ്രത്യേകിച്ച് സഹോദരങ്ങൾ, ഏറ്റവും കൂടുതൽ സിവിൽ കേസുകൾ കാണുന്നത് ഈ സഹോദര ബന്ധങ്ങളുടെ പുറത്താണ്. കുടുംബത്തിലൊരു 10 സെൻറ്റോ അല്ലെങ്കിൽ 50 സെൻറ്റ് വസ്തു കാണും. 3 മക്കൾക്ക് തുല്യമായി വീതിക്കുമ്പോൾ ഏതെങ്കിലും 2 മക്കൾ വിദേശത്തായിരിക്കും, ഒരാൾ നാട്ടിലുണ്ടാവും. ഈ നാട്ടിലുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? സഹോദരിയുടെ വസ്തുവിലേക്ക് കയറി അല്പം കടത്തി ഭിത്തി കെട്ടും. അത് തർക്കമാകും. നാട്ടിൽ വരുന്നത് തന്നെ കേസ് നടത്താനും അല്ലെങ്കിൽ കോടതിയിൽ പോകാനും വക്കീലിനെ കാണുവാനാണ്. വിദേശത്തുനിന്ന് നാട്ടിൽ വരുന്നത് പോലും മിണ്ടാറുമില്ല, സംസാരിക്കാറില്ല, സഹകരണം പോലുമില്ല, മക്കളുടെ വിവാഹങ്ങൾ പോലും വിളിക്കത്തില്ല. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത്തരം നിസ്സാരമായിട്ടുള്ള, അല്ലെങ്കിൽ 5, 10 രൂപയുടെ, അല്ലെങ്കിൽ 10, 10,000, 25 രൂപയുടെ ലാഭത്തിന് വേണ്ടി വർഷങ്ങൾ കേസ് നടത്തുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പണ്ട് നമുക്കറിയാം, പക്ഷേ ഇന്ന് കോടതികൾ കുറച്ചുകൂടെയൊക്കെ മാറിയിട്ടുണ്ട്. പണ്ട് ഇപ്പോൾ ഞാൻ തമാശയ്ക്ക് പറയുന്നുണ്ട്, സിവിൽ കേസെന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ വക്കീൽ ജീവിതത്തിൽ ഒരു സിവിൽ കേസ് എടുത്താൽ നമ്മൾ വക്കീലായി, നമ്മുടെ മകൾ വക്കീലായി, മകൾ വക്കീലായാൽ പോലും അത് തീരത്തില്ല. അപ്പോൾ ഒരു സിവിൽ കേസ് എന്ന് പറഞ്ഞാൽ ആജീവനാന്ത ഒരു വക്കീലിൻ്റെ ഇരയാണ് എന്ന് പറയും. പക്ഷേ ഇപ്പോൾ അതിന് മാറ്റമുണ്ട്, പണ്ടത്തെ പോലെയല്ല. കാരണം ഇപ്പോൾ പെട്ടെന്ന് സിവിൽ കേസ് കൊടുത്താൽ അത് മീഡിയേഷൻ പ്രോസസ്സിലേക്ക് വിടും, കൗൺസിലിങ്ങിന് വിടും. മീഡിയേറ്റേഴ്സ് തന്നെ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ അല്പം ഒന്ന് വിട്ടുകൊടുത്താൽ, അല്ല അല്പം ഒന്ന് പിന്നോട്ടിറങ്ങിയാൽ. പലപ്പോഴും ഇവർ തെറ്റിദ്ധരിക്കപ്പെട്ട് വരുന്ന മനുഷ്യരാണ്, അല്ലെങ്കിൽ ഈഗോയുടെ പുറത്ത് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ട് വരുന്ന മനുഷ്യരാണ്. അതുപോലെ തന്നെ ഈ പലരും ചോദിക്കുന്നുണ്ട്, വക്കീലെ ഈ സ്റ്റേ എങ്ങനെയാണ് കിട്ടുക? നമുക്കൊരു സ്റ്റേ എപ്പോൾ കിട്ടും, സ്റ്റേ എങ്ങനെ കിട്ടും? അപ്പോൾ നമ്മളൊരു നമ്മുടെ വീട്ടിലേക്ക് കയറി, അല്ലെങ്കിൽ നമ്മുടെ പുരയിടത്തിലേക്ക് കയറി ഒരാൾ മതിൽ പണിയുകയാണെങ്കിൽ ആ ഇൻഫർമേഷൻ നമുക്ക് നേരത്തെ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും നമുക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാം. പക്ഷേ മതിൽ കിട്ടിയതിന് ശേഷമാണെങ്കിൽ കേസ് കൊടുത്താൽ സ്റ്റേ കിട്ടത്തില്ല. കാരണം അയാൾ മതിൽ കെട്ടിക്കഴിയും. പിന്നെ ഈ മതിൽ പൊളിക്കാനുള്ള കേസാണ്, അത് വർഷങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. അതേസമയം അവൻ്റെ പുരയിടത്തിലൂടെ തന്നെയാണ് മതിൽ കിട്ടുന്നതെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടും കോടതിയിൽ കേസ് കൊടുക്കുന്ന മനുഷ്യരുണ്ട്. ഒരാവശ്യമില്ലാതെ ഒരു മനുഷ്യൻ അവൻ്റെ പുരയിടത്തിൽ സൈഡിൽ കൂടെ മതിൽ കിട്ടുന്നു, ഇപ്പുറത്തവൻ തെറ്റിദ്ധരിക്കുകയാണ്, ഇതെൻ്റെ പുരയിടത്തിലൂടെ കയറി കെട്ടുകയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവൻ കൊണ്ട് കേസ് കൊടുക്കും. വെറുതെ അനാവശ്യമായ ലിറ്റിഗേഷൻസ്. മറ്റു കേസുകൾ, ക്രിമിനൽ കേസുകളാവട്ടെ, അല്ലെങ്കിൽ കുടുംബ കേസുകളൊക്കെ ആവട്ടെ, അതൊക്കെ വ്യക്തിപരമായ ഈഗോയുടെ പുറത്ത്, അല്ലെങ്കിൽ വ്യക്തിപരമായ ചില വാശികളുടെ പുറത്തൊക്കെ സംഭവിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് പറഞ്ഞ് പരിഹരിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചാൽ തീരുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഒരു വക്കീലിൻ്റെ ഇൻ്റർവ്യൂ ഇട്ടു, ലേഡി അഡ്വക്കേറ്റിൻ്റെ ഇൻ്റർവ്യൂ ആണ്. ഒരു കുടുംബ പ്രശ്നമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ടു. മക്കൾ കോടതിയിൽ വന്നിട്ടുണ്ട്. കോടതിയിൽ അവരിയ്ക്കുന്നു, കേസ് വിളിക്കുന്നു, കൗൺസിലിങ്ങിന് പോകുന്നു, മീഡിയേറ്റർ മുമ്പിൽ പോകുന്നു. തമ്മിൽ നോക്കുന്ന പോലുമില്ല, തമ്മിൽ മിണ്ടുന്ന പോലുമില്ല. അവസാനം പേപ്പറിൽ ഒപ്പിട്ടു, കോടതിയിൽ കയറി മൊഴി പറഞ്ഞു, പുറത്തിറങ്ങി, പേപ്പറിൽ ഒപ്പിട്ടു. പിരിയാൻ നേരത്ത് ഈ ഭർത്താവ് ഭാര്യയുടെ കവിളിൽ തട്ടിയിട്ട് പറഞ്ഞു, സാരമില്ലടി എന്ന് പറഞ്ഞു. ആ സാരമില്ലടി എന്ന് കവിളിൽ തട്ടിയെ പറഞ്ഞതിൻ്റെ പുറത്ത് ആ സ്ത്രീ ഭർത്താവിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ആ പ്രശ്നം അതോടെ തീർന്നു. അതായത് അവൾ പറയുന്ന കഴിഞ്ഞ 10 വർഷമായിട്ടും ഇതുപോലെ കവിളിൽ തട്ടിയിട്ടില്ല, അത് തട്ടിയിരുന്നെങ്കിൽ കേസ് പോലും ഉണ്ടാവില്ല എന്ന് പറയുന്ന ആ സ്ത്രീയെ ഇൻ്റർവ്യൂ ഉണ്ട്. ഒന്ന് തട്ടിയാൽ മതിയായിരുന്നു, കവിളിലൊന്നും തട്ടിയാൽ ആ കേസ് തന്നെ ഇല്ല. ഡിവോഴ്സ് ചെയ്തതിന് ശേഷമാണ് കവിളിൽ തട്ടുന്നത്. മക്കളും ഹാപ്പി, കൗൺസിലറും ഹാപ്പി, വക്കീലന്മാരും ഹാപ്പി. അപ്പം ഞാനീ പറഞ്ഞ ഒന്ന് സംസാരിച്ചല്ലോ, എൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ ഒരാളൊരു മതിൽ കെട്ടാൻ തയ്യാറാകുമ്പോൾ, ചേട്ടാ ഞാനിവിടെ ഒരു മതിൽ കെട്ടുകയാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. പലപ്പോഴും ഇവിടെ വക്കീൽ ഓഫീസിൽ വരുന്ന മനുഷ്യർ അങ്ങനെയല്ല. സാറേ അവനവിടെ കെട്ടാൻ ലോറിക്കാരനെ കൊണ്ടുവന്നു പാറ ഇറക്കുന്നു, മിക്കവാറും എൻ്റെ പുരയിടത്തിലൂടെ ആയിരിക്കും, സാറ് സ്റ്റേ വാങ്ങിക്കണം. നമ്മളുകൊണ്ട്, കാരണം വരുന്ന കക്ഷിയുടെ ആവശ്യം അതാണ്. നമ്മൾ അവൻ്റെ അടുത്ത് പറയുകയാണ് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ പോവാണ്, അല്ലെങ്കിൽ അവൻ എവിടെയും പോയി സാധിച്ചിരിക്കും. അപ്പോൾ നമ്മളോട് പറയും. അപ്പോൾ ഇന്ന് അതിന് കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്ന് മീഡിയേഷൻ പ്രോസസ്സുണ്ട്, പറഞ്ഞു കൊടുക്കും, ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. എന്നാൽ പോലും അനാവശ്യമായ തർക്കങ്ങളുടെ ഭാഗമായിട്ട് കേസ് കൊടുക്കാറുണ്ട്. അതിലൊരു കാര്യം, ഇത്തരം അപകടം വരുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കവീറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും നമ്മൾ മതിൽ കെട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വസ്തു അതിർത്തി നിർണ്ണയിക്കുകയോ ചെയ്യാൻ ശ്രമിച്ചാൽ, ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ ഒരു ചൊറിയനാണെങ്കിൽ, അങ്ങനെ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ ഒരു വക്കീലിനെ കണ്ട് കവീറ്റ് എടുത്ത് വെച്ചേക്കുന്ന അത്യാവശ്യമായിരിക്കും. കാരണം ചിലപ്പോൾ അവൻ കൊണ്ടുവന്ന് കേസ് കൊടുക്കും. കേസ് ഇങ്ങനെയാണ്,
അയാൾ മതിൽ കെട്ടും മിക്കവാറും അതിൻ്റെ പുറമ്പിലൂടെയാണ്. അപ്പോൾ കോടതിയെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കും, കോടതിക്ക് അപ്പോൾ സത്യവും തെളിവും ഒന്നും വേണ്ടതെന്ന്. കോടതി ഒരിക്കലും സംഭവ സ്ഥലത്തേക്ക് വരുന്നില്ലല്ലോ. കോടതിയുടെ മുമ്പിൽ കൊടുക്കുന്ന റെപ്രസെൻറ്റേഷൻസ് അല്ലെ ഡോക്യുമെൻറ്റ്സുകൾ വെച്ചാണ് കോടതി ചെയ്യുന്നത്. അപ്പോൾ കോടതി എപ്പോഴും ഒരു താൽക്കാലിക ആശ്വാസം നിലയിലാണ് ഇത് സ്റ്റേ ചെയ്യുന്നത്. സ്റ്റേ എന്ന് പറയുന്നത് ആത്യന്തികമല്ല, കേസിൻ്റെ അവസാനം വരെയല്ല, താൽക്കാലികമായിട്ട്. ഇനിയും ഇയാൾ പറയുന്നത് ശരിക്കും സത്യമാണോ, മറ്റവൻ ഇവൻ്റെ പുരയിടത്തിലൂടെ കൊണ്ട് കയറി കെട്ടുകയാണോ എന്നറിയാൻ കോടതിക്ക് അറിയില്ല. കോടതിക്ക് ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കും, ശരിയാണ്, ഇങ്ങനെ വസ്തുവുണ്ട്, മറ്റേക്കും വസ്തുവുണ്ട്, കേസ് നടക്കാൻ പോകുന്നു, അതുകൊണ്ട് സ്റ്റേ കൊടുക്കും. പക്ഷേ സ്റ്റേ അഴിക്കണമെങ്കിൽ, അതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റേ എന്ന് പറയും താൽക്കാലികം തന്നെയാണ്, 1-2 മാസത്തേക്ക് മാത്രമേ ഉള്ളൂ. എതിർകക്ഷിയായ മനുഷ്യൻ കോടതിയിൽ പോയിട്ട് ഇതെല്ലാം ബോധിപ്പിച്ചു, സാർ എനിക്കെതിരെ ഈ കോടതി ഒരു സ്റ്റേ പുറപ്പെടുവിച്ചു, അത് അനാവശ്യമാണ്, അത് ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് സ്റ്റേ മാറ്റിത്തരണം എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് പറഞ്ഞ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കാലതാമസം മിനിമം 3 വർഷമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അനാവശ്യമായ കേസുകൾ കൂടുന്നു, സിവിൽ കേസുകൾ കൂടുന്നു, അല്ലെങ്കിൽ സിവിൽ പരാതികൾ കൂടുന്നു, വസ്തുതർക്കങ്ങൾ കൂടുന്നു. വസ്തു എന്ന് പറയുന്ന ഒന്ന്, പിന്നെ മാത്രമല്ല അത് കൂടുന്നതിന് പരാതി പറയാൻ കഴിയില്ല. ചില മനുഷ്യർ അനാവശ്യമായി മറ്റുള്ളവൻ്റെ പുരയിടത്തിലേക്ക് കടന്നു കയറുന്ന മനുഷ്യർ, അതിക്രമിച്ച് കയറുന്ന മനുഷ്യരുണ്ട്. അതിൽ മാന്തുക എന്നാണ് പറയുന്നത്. അതൊരു ഹോബിയാണ്. അതിർത്തി കല്ലെടുത്ത് മാറ്റിയിടുക, അല്ലെങ്കിൽ മതിൽ നേരെ പോകുന്ന മതിൽ ചുമ്മാ ഒന്ന് വളയ്ക്കുക. അതായത് ചുറ്റും നിൽക്കുന്നവനെ എപ്പോഴും ദ്രോഹിക്കുക, അയൽവാസികളെ എപ്പോഴും വിഷമിപ്പിക്കുക. അല്ലെങ്കിൽ അയൽവാസികളെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ലോകത്ത് എത്ര ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ പോലും ഒരാപത്ത് വരുമ്പോൾ തൊട്ടടുത്തുള്ള അയൽവാസിയായിരിക്കും ഓടി വരേണ്ടത്. പലപ്പോഴും പല ക്രിമിനൽ കേസിലൊക്കെ നമ്മൾ കണ്ടിട്ട് സാക്ഷി വിസ്താരമൊക്കെ നടക്കുമ്പോൾ, അടിമിടിയൊക്കെ നടക്കുന്ന സമയത്ത് സാക്ഷികളായിട്ട് വരുന്ന മറ്റ് സ്ഥലങ്ങളുള്ള മനുഷ്യരായിരിക്കും. കാരണം തൊട്ടടുത്ത അയൽവാസി ഇത് കണ്ടിട്ട് പോലും കാണത്തില്ല, കാരണം അവനുമായിട്ട് ബന്ധമില്ല. ഒരു അപകടം വന്നാൽ, ഒരു രോഗം വന്നാൽ, ഒരാവശ്യം വന്നാൽ, ഒരു സാമ്പത്തിക സഹായം ആവശ്യം വന്നാൽ എല്ലാത്തിനും അയൽവാസിയാണ് എപ്പോഴും ഉപകരിക്കുന്നത്. അതുകൊണ്ടാണ് അയൽവാസി ഒരു ഡാഷ് വാസി എന്ന് പറയാതെ അയൽവാസി ഒരു മനോഹര പദമാക്കി നമ്മൾ കൊണ്ടു നടക്കുന്നത്. അയൽവാസികളോടാണ് സ്നേഹം, കാരണം അവനാണ് തൊട്ടടുത്തുള്ള മനുഷ്യൻ. അത് ജാതിയോ മതമോ വർണ്ണമോ വർഗ്ഗമോ ഒന്നും അവിടെ ഇല്ല. അവനാണ് നമ്മുടെ കൂടെയുള്ള കൂടപ്പിറപ്പ്. നമ്മുടെ സഹോദരൻ ചിലപ്പോൾ പുറത്തായിരിക്കും. അപ്പോൾ ഈ അനാവശ്യമായ കേസുകൾ, ലിറ്റിഗേഷൻസ് അത് ഉണ്ടാവാതിരിക്കട്ടെ. വസ്തുതർക്കങ്ങളും അതിർത്തർക്കങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ. നമ്മൾ ഈ സ്വന്തം അതിർത്തിയെപ്പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ അതിർത്തി വേണ്ട, മതിലുകൾ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിവേഴ്സലായിട്ടും കൂടെ ചിന്തിക്കണം. നമ്മൾ പക്ഷേ രാജ്യത്തിന് അതിർത്തി വേണം, അതിന് യുദ്ധം ചെയ്യുന്ന മനുഷ്യർ കൂടിയാണ് നമ്മൾ. അയൽവാസികളെ സ്നേഹിക്കുന്ന പോലെ തന്നെ, അയൽവാസി എന്ന് പറയുന്നൊരു പദം ചെറിയൊരു പദമല്ല, അത് തൊട്ടടുത്തുള്ള അയൽവാസി എന്നുള്ളതല്ല. അയൽ സംസ്ഥാനക്കാരൻ, അയൽ രാജ്യക്കാരൻ. ഞാൻ അല്പം കൂടെ വിശാലമായ വിഷയത്തെ സമീപിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നാൽ അവനെ പാണ്ടി എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ കർണാടകക്കാരനെ നമ്മൾ വിളിക്കുന്നത്, നമ്മളെ അവർ വിളിക്കുന്നത് മദ്രാസി എന്നാണ് വിളിക്കുന്നത്. ബോംബെയിലും യു പിയിലൊക്കെ ചെന്നാൽ നമ്മളെ അവർ മല്ലൂസ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ എല്ലാം അതിർത്തികൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്, അതിർത്തികൾ മനസ്സിലുണ്ട്. പക്ഷേ ആ അതിർത്തികൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് വിശ്വ സാഹോദര്യത്തെപ്പറ്റി രവീന്ദ്രനാഥ് ടാഗോറും ഒക്കെ സംസാരിച്ചിട്ടുള്ളത്. യൂണിവേഴ്സൽ ട്രൂത്തിനെ പറ്റിയാണ്, സർവ്വലോക സമാധാനത്തെ പറ്റിയാണ് സംസാരിച്ചത്. പക്ഷേ രാജ്യത്താകമാനം അവനവനസത്തിലേക്ക് ചുരുങ്ങുന്ന സാഹചര്യമുണ്ട്. സ്വന്തം രാജ്യം, സ്വന്തം സമുദായം, സ്വന്തം മതം, സ്വന്തം കുടുംബം, സ്വന്തക്കാർ, അല്ലെങ്കിൽ സ്വന്തം എന്ന് പറയുന്നതിൽ ചുരുങ്ങുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വിശാലമായിട്ട് ഈ സ്നേഹത്തെപ്പറ്റി, സാഹോദര്യത്തെപ്പറ്റി, എല്ലാ മനുഷ്യരും സാമൂഹ്യ ജീവിയാണെന്നും പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ നമ്മളെപ്പോഴും പറയുന്ന എൻ്റെ ആൾക്കാർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും കാണുന്നൊരു കാര്യം, പ്രത്യേകിച്ച് ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് റോഡിലൊക്കെ നമുക്ക് പരിക്ക് പറ്റി കിടക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി മാത്രം സംസാരിക്കുകയും, നമ്മുടെ സമുദായത്തിന് വേണ്ടി മാത്രം സംസാരിക്കുകയും, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രം സംസാരിക്കുകയും, നമ്മുടെ പാർട്ടിയിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രം സംസാരിക്കുകയും ചെയ്യുമ്പോൾ, നമ്മൾ റോഡിലൂടെ ഇതൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ ഒരുപക്ഷെ നമ്മളെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് പിന്നീട് അറിയുമ്പോൾ അവൻ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവളായിരിക്കാം, അവൻ ചിലപ്പോൾ മറ്റു മതത്തിൽപ്പെട്ടവനായിരിക്കാം. പ്രത്യേകിച്ച് ഇപ്പം കുട്ടികൾക്കിടയിൽ അത് വളരെ ഭീകരമായിട്ട് കടന്നു വരുന്നുമുണ്ട്. ഇപ്പം ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് പഠിച്ച ഗവൺമെൻറ് സ്കൂളിലാണ്, അല്ലെങ്കിൽ പിന്നീട് വളർന്നതൊക്കെ എല്ലാ മനുഷ്യർക്കും ഇടയിലാണ്. ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത, ഏറ്റവും ആത്മാർത്ഥതയുള്ള, എൻ്റെ ഏറ്റവും ബെറ്ററായിട്ടുള്ള, എൻ്റെ അടുത്ത് നിൽക്കുന്ന 4 സൗഹൃദങ്ങളുടെ പേര് പറഞ്ഞാൽ ആ 4 സൗഹൃദങ്ങളും എൻ്റെ സ്വന്തം, ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽപ്പെട്ടവരല്ല, അതിൻ്റെ അപ്പുറത്തുള്ള മനുഷ്യരാണ്. അപ്പോൾ ഞാനിവരെ എൻ്റെ കുട്ടികൾ ചൂസ് ചെയ്തത് മതം നോക്കിയല്ല, സൗഹൃദവും സ്നേഹവും നോക്കിയാണ്. പക്ഷെ ഇന്ന് രീതികൾ മാറി. നമ്മൾ പുതിയ കാലത്തെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ സൗഹൃദങ്ങൾ അവരുടെ ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരാണ്, അല്ലെ അവരുടെ പള്ളിയിൽപ്പെട്ട, അല്ലെ അമ്പലത്തിൽപ്പെട്ട, അല്ലെ അവരുടെ സമുദായത്തിൽപ്പെട്ട. നമ്മളെ സ്കൂളിലൊക്കെ കൊണ്ട് ചേർക്കുന്ന സമയത്ത് പണ്ട് സ്കൂളുകൾ, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്കൂളുകൾ, നല്ല അധ്യാപകരുടെ സ്കൂളുകളിലേക്കാണ് നമ്മളെ കൊണ്ടുപോയി ചേർക്കാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. എൻ്റെ സമുദായത്തിൻ്റെ സ്കൂൾ ഏതാണോ, അല്ലെ എൻ്റെ സഭയുടെ സ്കൂൾ ഏതാണോ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും അത് ഇങ്ങനെ വിഘടിച്ച്, അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും സൗഹൃദവും കുറഞ്ഞു വരികയാണ്. നമ്മളൊരു ട്രെയിൻ യാത്രയിൽ പോകുമ്പോൾ പോലും, അല്ലെങ്കിൽ നമ്മളൊരു യാത്രകൾ പോകുമ്പോൾ പോലും, പണ്ട് നമുക്കറിയാം ഒരു ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്
ഒരു യാത്ര തുടങ്ങി കൊല്ലത്തുനിന്ന് യാത്ര തുടങ്ങി ബോംബെയിലെത്തുമ്പോൾ അല്ലെങ്കിൽ കൊല്ലത്തുനിന്ന് യാത്ര തുടങ്ങി ഡൽഹിയിലെത്തുമ്പോൾ പിന്നീട് അവരുമായിട്ട് വലിയ ബന്ധം, കാരണം സംസാരിക്കുകയാണ്, മനുഷ്യ സ്നേഹത്തെപ്പറ്റി സംസാരിക്കുക. പക്ഷേ ഇന്നങ്ങനെ എല്ലാവരും അവനവനസ്ഥത്തിലേക്ക്, അവൻ്റെ മൊബൈൽ ഫോൺ, അവൻ്റെ കാര്യങ്ങൾ, അവൻ്റെ മാത്രം പ്രയോറിറ്റികൾ ആകുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ കേസുകളും ഇങ്ങനെ തന്നെയാണ്. സിവിൽ കേസുകൾ എന്ന് പറയുന്നതും സ്വന്തം അതിർത്തി നിർണ്ണയിക്കപ്പെടുന്ന കാര്യം. സ്വന്തം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഓഫീസിൻ്റെ തൊട്ട് താഴെ എന്ന് പറയുന്നത് ഒറ്റ വഴിയാണ്. അത് കയറി വരുന്നത് സുഹൃത്തുക്കൾക്കറിയാം, ഒറ്റ വഴിയിലൂടെ കയറി വരികയാണ്. ആ വഴിയിൽ ചെറിയ രണ്ട് അതിർത്തികൾ നിർണ്ണയിക്കപ്പെടും. കാരണം ഇപ്പുറത്തേത് സഹോദരിയുടെ, ഇപ്പുറത്തെ സഹോദരൻ, ഇവർ തമ്മിൽ മിണ്ടത്തില്ല. ഒരേ ബിൽഡിങ്ങാണ്, അതിൻ്റെ പകുതി ഭാഗം സഹോദരിക്ക് കൊടുത്തതാണ്, പകുതി ഭാഗം സഹോദരന് കൊടുത്തതാണ്, പക്ഷെ തമ്മിൽ സംസാരിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയായി മനുഷ്യൻ മാറിയിരിക്കുന്നു. അതിൻ്റെ അപകടങ്ങൾ വളരെ വലുതാണ്. കാരണം ബന്ധങ്ങൾ ചെറുതാവുന്നു. നമ്മളെ സഹായിക്കാൻ, അല്ലെ നമ്മളെ ചുറ്റും നമ്മളൊരു വിഷയത്തിൽ പെട്ടുപോകും, പക്ഷേ ഇത് മാറും. എപ്പോഴാണ്? നമ്മൾ പ്രളയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യന് ആവശ്യം വരുമ്പോൾ നമ്മളെല്ലാം ഒന്നാവും. മനുഷ്യൻ്റെ നമ്മൾ അന്നേരം നിലവിളിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ, അതായത് പ്രളയം ഉണ്ടായ സമയത്ത് എൻ്റെ അമ്മയെ രക്ഷിക്കണം എന്നൊരു പെൺകുട്ടി കരഞ്ഞ് വിലപിച്ച് പറയുമ്പോൾ എൻ്റെ അമ്മയെ സഹായിക്കാൻ ക്രിസ്ത്യാനികൾ അങ്ങോട്ട് പോകണം എന്നല്ല പറഞ്ഞത്, എൻ്റെ അമ്മയെ സഹായിക്കാൻ ഹൈന്ദവ സഹോദരങ്ങൾ പോകണം എന്നല്ല പറഞ്ഞത്, എൻ്റെ അമ്മയെ ആരെങ്കിലും സഹായിക്കണം. നമ്മളത് കണ്ടതാണ്. വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് നിർത്തുന്നത് മറ്റ് സമുദായത്തിൽപ്പെട്ട മനുഷ്യരെയാണ്. നമ്മുടെ തോള് ചവിട്ടി അല്ല കയറുന്നത് നമുക്ക് ഒരു പരിചയമില്ലാത്ത മനുഷ്യരെയാണ്. നമ്മൾ ബ്ലഡ് കൊടുക്കുന്നത് എവിടെയോ കിടന്ന മനുഷ്യന് വേണ്ടിയാണ്. നമ്മളിവിടെ നിന്ന് നമ്മുടെ സ്വത്തുവകകളും അല്ലെങ്കിൽ വസ്ത്രങ്ങളും ഭക്ഷണപ്പൊതികളുമായി നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത് ഏതൊക്കെയോ മനുഷ്യന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മനുഷ്യബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ സ്വന്തമായി അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുമായി മാത്രം ജീവിച്ചു പോകാൻ കഴിയില്ല. അങ്ങനെ കഴിയുന്നവൻ മനുഷ്യനല്ല, അങ്ങനെ ഒരു മനുഷ്യനാകാനും കഴിയില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ കേസുകളിലേക്ക് വരുമ്പോൾ നിസ്സാരമായിട്ടുള്ള ചെറിയ അതിർത്തികൾക്ക് വേണ്ടി, എൻ്റെ മുറ്റത്തിൻ്റെ സൈഡിലൂടെ അവനൊരു വഴി കൊടുത്തു, ആ വഴി തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ വഴി, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സൈഡിലൂടെ ഒരു വഴി കൊടുക്കുമ്പോൾ അത് അവൻ്റെ മനസ്സിൻ്റെ വലിപ്പമായി കാണാതെ ഇതെൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് അവനെതിരെ കേസ് കൊടുക്കുന്ന മനുഷ്യരുമുണ്ട്. ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇത് അനാവശ്യമായ തർക്കങ്ങളും ലിറ്റിഗേഷൻസും കൂട്ടി വെറുതെ നിങ്ങളുടെ സമയവും സാമ്പത്തികവും കളയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും നേടാനില്ല. ആത്യന്തികമായ ഒരു കേസിലും ആരും ജയിക്കുന്നില്ല. വർഷങ്ങൾ കേസ് നടത്തുന്ന മനുഷ്യരുണ്ട്. എൻ്റെ അടുത്ത് വന്ന് പറയണം, 85 തുടങ്ങിയ കേസാണ്, 2000-2005 കേസ് തീർന്നിട്ടില്ല. പറയും ഞാൻ ഇത്രയും വർഷം കേസ് നടത്തി. ഒരു ക്രെഡിറ്റ് പോലെയാണ്. ആ ക്രെഡിറ്റ് എന്തിനാണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സിവിൽ കേസുകൾ, സിവിൽ തർക്കങ്ങൾ എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ വസ്തുക്കളുമായി ബന്ധപ്പെട്ടതാണ്. അത് നമുക്ക് ആധാരപ്രകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതിർത്തികൾ നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായ ചില ബൗണ്ടറികളുടെ നിർണ്ണയങ്ങളൊക്കെ വേണം. പക്ഷേ അത് മറ്റുള്ളവനെ ദ്രോഹിക്കാനാവരുത്. ഒരു മനുഷ്യൻ അയൽവാസിയായി വന്നാൽ അവൻ്റെ വസ്തു അല്ല അവൻ്റെ പേരിൽ കിട്ടിയിരിക്കുന്ന വസ്തു അടിച്ചു മാറ്റി അത് എന്നിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യനുമുണ്ട്. ഈ മൈൻഡ് മാറിയില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അനാവശ്യമായ സാമ്പത്തിക നഷ്ടങ്ങളും പ്രതിസന്ധികളും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കണ്ണടച്ച് നിൽക്കുമ്പോൾ ഏറ്റവും നന്മകൾ ചെയ്തിട്ടുള്ളത് എൻ്റെ ബന്ധുമിത്രാദികളോ എൻ്റെ സഹോദരങ്ങളോ ഒക്കെ തന്നെയാണ്. പക്ഷേ പല സമയത്തും അവരെക്കാളും കൂടുതൽ എനിക്ക് സഹായങ്ങൾ അല്ലെങ്കിൽ നേരിട്ട് പെട്ടെന്നുള്ള സഹായം കിട്ടിയിട്ടുള്ളത് എൻ്റെ അയൽവാസികളിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ദൂരെയുള്ള ബന്ധുക്കളെക്കാൾ അടുത്തുള്ള അയൽവാസികളാണ് നമ്മുടെ സഹോദരന്മാരെന്ന് പറയുന്നത്. അത്തരത്തിൽ സ്നേഹവും സന്തോഷവും സുദൃഢമായ ബന്ധവും അയൽവാസികളുമായി ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ. ആ സ്നേഹം മനോഹരമാകട്ടെ എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു.